ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡിലിമിറ്റേഷൻ കമ്മീഷൻ യോഗമാണ് അന്തിമ വിജ്ഞാപനം അംഗീകരിച്ചത്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കുറഞ്ഞത് 26ഉം കൂടിയത് 53 വാർഡുകളുണ്ടാകണം. കോർപ്പറേഷനുകളിൽ അവ യഥാക്രമം 56ഉം 101ഉമാണ്. 2011 സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളുടെ എണ്ണം പുതുക്കിയത്. മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളുമാണ് വർദ്ധിപ്പിച്ചത്. ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ ആദ്യഘട്ടം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 17,337 വാർഡുകളും 87 മുനിസിപ്പാലിറ്റികളിൽ 3,241 വാർഡുകളും 6 കോർപ്പറേഷനുകളിൽ 421 വാർഡുകളുമാണുണ്ടാവുക. വോട്ടർ പട്ടിക പുതുക്കുന്നത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പുറപ്പെടുവിക്കും. പുതിയ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കാനും സജ്ജീകരിക്കാനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനം നടക്കും. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം മെയ് 30 പുറപ്പെടുവിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത്. 4 വരി പാതയ്ക്കാണ് അനുമതി കിട്ടിയത്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആനക്കാംപൊയിൽ നിന്ന് കല്ലോടി വരെയാണ് തുരങ്കപാത. 8.7 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. ഇതിൽ 5 കിലോമീറ്റർ ദൂരം വനത്തിനടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. മെയ് 14, 15 തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് തുരങ്കപാത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിലെ മേപ്പാടിയിലെത്താൻ സാധിക്കും. 2043.74 കോടി രൂപയാണ് തുരങ്കപാത നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന ചിലവ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയത്. പാരിസ്ഥിതികാനുമതി ലഭിച്ചതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യവും ലളിതവുമാക്കാൻ പോക്കുവരവ് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഇനി മുതൽ സംയോജിത പോർട്ടലായ എന്റെ ഭൂമി പോർട്ടലിലൂടെയാകും രജിസ്ട്രേഷൻ നടപടികൾ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം ചെയ്ത വില്ലേജുകളിൽ ഭൂമി രജിസ്ട്രേഷന് മുൻപായി പോക്കുവരവിനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്ന് നിഷ്കർഷിച്ച് പോക്കുവരവ് ചട്ടങ്ങൾ സർക്കാർ ഭേദഗതി ചെയ്തു. ഇനി മുതൽ സംയോജിത പോർട്ടലായ എന്റെ ഭൂമിയിലൂടെയാകും രജിസ്ട്രേഷന്റെ നടപടികളെന്ന് ഭേദഗതി ഉത്തരവിൽ വ്യക്തമാക്കി. ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഭൂമി കൈമാറ്റത്തിന് ഡിജിറ്റലായി തയ്യാറാക്കിയ സ്കെച്ചും തണ്ടപ്പേരും ഇനി മുതൽ നിർബന്ധമാണ്. ഇതിനായി റവന്യൂ സർവേ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സംയോജിത പോർട്ടലായ എന്റെ ഭൂമി വഴി ബന്ധപ്പെട്ട ഭൂ ഉടമകളോ ചുമതലപ്പെടുത്തിയ ആളോ ഓൺലൈനായി ഡിജിറ്റൽ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിനും അപേക്ഷ സമർപ്പിക്കണം. ഇപ്രകാരം അപേക്ഷ ലഭിച്ചാൽ ഒരു സർവേയർ സ്ഥല പരിശോധന നടത്തി സർവേ സ്കെച്ച് തയ്യാറാക്കും. അതേസമയം തന്നെ വില്ലേജ് ഓഫീസർ ആവശ്യമായ പരിശോധനകൾ നടത്തി തണ്ടപ്പേർ പകർപ്പ് തയ്യാറാക്കും. ഇവ രണ്ടും സംയോജിത പോർട്ടൽ വഴി ആധാരത്തോടൊപ്പം ചേർത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും രജിസ്റ്റർ ചെയ്തു നൽകും. തുടർന്ന് ഓൺലൈനായി തന്നെ ഭൂമിയുടെ പോക്കുവരവ് വില്ലേജ് രേഖകളിൽ ഉൾപ്പെടുത്തി ഓൺലൈനായി കരമടയ്ക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാകും. അപേക്ഷ നൽകിയാൽ 4 ദിവസത്തിനുള്ളിൽ തന്നെ സർവേ സ്കെച്ചും തണ്ടപ്പേരും ഓൺലൈനായി ലഭ്യമാക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ഭൂ ഉടമകളെ ലക്ഷ്യം വെച്ച് റവന്യൂ വകുപ്പ് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് സംവിധാനം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും.
ഇതിനായുള്ള പരീക്ഷണ പഠനം പൂർത്തിയായി. 2026 ജനുവരിയോടെ സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകൾക്കും കാർഡ് ഉറപ്പാക്കാനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നടപ്പിലാക്കുന്നത്. ഇതുവഴി വിവിധ സാക്ഷ്യപത്രങ്ങൾക്കായി വില്ലേജ് ഓഫീസിനെ സമീപിക്കാതെ തന്നെ വ്യക്തികൾക്ക് ആവശ്യമായ റവന്യൂ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. കൂടാതെ വ്യാജരേഖകൾ ഹാജരാക്കി അനധികൃതമായി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ വ്യക്തിയാധിഷ്ഠിതവും കുടുംബാധിഷ്ഠിതവുമായ എല്ലാ വിവരങ്ങളും ഡിജിറ്റലായി രേഖപ്പെടുത്തി കാർഡ് രൂപത്തിൽ നൽകുന്ന പദ്ധതിക്ക് 2 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാന IT സെല്ലും ഡിജിറ്റൽ ഇന്ത്യയുമാണ് സാങ്കേതിക സഹായം നൽകുന്നത്. ഭൂമിയുടെ വിസ്തീർണം, ഇനം, തരം തുടങ്ങി റവന്യൂ വകുപ്പിൽ നിന്നും ലഭ്യമായ വിവരങ്ങളെ കൂടാതെ ഭൂവുടമയുടെ നികുതി സംബന്ധമായ വിവരങ്ങളും വസ്തുവിലുള്ള ബാധ്യതകളും റവന്യൂ റിക്കവറി സംബന്ധിച്ച വിവരങ്ങളും കാർഡിലൂടെ ലഭ്യമാകും. വ്യക്തിഗതമായി അനുവദിച്ചിട്ടുള്ള സാക്ഷ്യപത്രങ്ങളുടെ വിവരങ്ങളും കാർഡിൽ ഉൾപ്പെടുത്താനാകും. 10 അക്ക നമ്പരോടുകൂടിയ കാർഡാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ നടക്കുന്ന എല്ലാ കൈമാറ്റങ്ങളും സബ് ഡിവിഷനുകളും സംഭവിക്കുന്ന മുറയ്ക്ക് തന്നെ കാർഡിൽ മാറ്റം വരുന്ന ഡൈനാമിക് രീതിയിലുള്ള QR കോഡ് സംവിധാനവും കാർഡിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുഖ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി. 2025-26 അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ജൂൺ 18 ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1 പ്രവേശനത്തിന് ഓൺലൈനായി ആകെ ലഭിച്ച 4,62,768 അപേക്ഷകളിലെ ഓപ്ഷനുകൾ പരിഗണിച്ചിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ് ജൂൺ 2 വൈകിട്ട് 5 മണിക്ക് പ്രസിദ്ധീകരിക്കും. പ്രവേശനം ജൂൺ 3 രാവിലെ 10 മുതൽ ജൂൺ 5 വൈകിട്ട് 5 മണി വരെ നേടാം. ഇതിനോടൊപ്പം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിലെ 2ാമത്തെ അലോട്ട്മെന്റ് ജൂൺ 10-നും 3ാമത്തെ അലോട്ട്മെന്റ് ജൂൺ 16-നും പ്രസിദ്ധീകരിച്ച് മുഖ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസാപ് കേരളയുടെ പ്ലേസ്മെന്റ് പോർട്ടലിലൂടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിയയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൺസൾട്ടന്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 1 യോഗ്യത, ഒഴിവുകൾ തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും അസാപ് കേരളയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള ഗ്രാമീണ ശുദ്ധജല ശുചിത്വ പദ്ധതിയുടെ തിരുവനന്തപുരം പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫീസിൽ ഡയറക്ടർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗിലെ പ്രവൃത്തി പരിചയവും കുടിവെള്ള പദ്ധതികൾ, സാനിറ്റേഷൻ ആൻഡ് സീവേജ് പ്രോജക്റ്റുകൾ എന്നിവ ഡിസൈൻ ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലുമുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂൺ 13 വൈകിട്ട് 5 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ജലനിധി വെബ്സൈറ്റ് സന്ദർശിക്കുക.